ദ ഫ്യൂരിയസ്, എന്താ പറയുക, അടിപൊളി പടം. ജോൺ വിക്കിനും കില്ലിനും ശേഷം തിയേറ്ററിൽ എനിക്ക് ഒരു ആക്ഷൻ മൂവി എക്സ്പീരിയൻസ് കിട്ടിയ ഒരു വണ്ടർഫുൾ മൂവി. തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ഒരു ആക്ഷൻ പായ്ക്കെന്ന് തന്നെ പറയാം. അത് നമുക്കെന്താ പറയുക, നമുക്കത് കണ്ട് അനുഭവിക്കാൻ പറ്റും, അത്രയ്ക്കുണ്ട് ഇതിലെടുത്ത് വെച്ചേക്കുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും. എന്താ പറയുക, അത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ദ ഫ്യൂരിയസ് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ജോൺ വിക്ക് കില്ലിന് ശേഷം ഇത്രയും മികച്ച രീതിയിൽ എല്ലാ രീതിയിലും എടുത്തു വെച്ചിരിക്കുന്ന ഒരു ആക്ഷൻ മൂവി. ഇതിൽ ശരിക്കും എന്താ പറയുക, ഫൈറ്റാണ്, അത് മാർഷൽ ആർട്സ് ആണ്. അത് അത് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. കൈയടിക്കാന്നൊക്കെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക, അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. എനിക്ക് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് എന്താ പറയുക, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് കിട്ടിയൊരു കിക്ക് അടിപൊളി തന്നെ. നിങ്ങൾ പോയി കാണുക. ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. എല്ലാ തിയേറ്ററിലും സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല സിനിമ. അപ്പോൾ ഓക്കെ, ബൈ.